It's hard to breathe, but that's alright. Hush. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വിഷു ആണ്, എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഹാപ്പി വിഷു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിഷു ദിനത്തിൽ ഒരുപാട് സംഭവങ്ങൾ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യം അറിയാമല്ലോ, ഇപ്പോൾ കൊറോണ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ദുഃഖം നിറഞ്ഞൊരു വിഷു ആയിരിക്കും. എന്തായാലും വീട്ടിൽ തന്നെ ഇരുന്ന് എല്ലാവരും എൻജോയ് ചെയ്യാൻ നോക്കാം മാക്സിമം. അപ്പോൾ ഇന്ന് നമ്മൾ ടെക്നോളജി ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്താണ് ഗൈസ്. ഞാൻ ഓൺലൈൻ ഷോപ്പിൽ കുറച്ച് ഗാഡ്ജറ്റ്സ് ഒക്കെ ഓർഡർ ചെയ്തായിരുന്നു, പക്ഷേ സംഭവം എത്തിയിട്ടില്ല ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല, ഡെലിവറി ബോയ് കൊണ്ടുവന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ വീട്ടിൽ ബൂസ്റ്റ് ഉണ്ടാക്കി എടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അത് ഉപയോഗിച്ച് എങ്ങനെ ബൂസ്റ്റ് ഉണ്ടാക്കിയാണ് കടയിൽ കിട്ടുന്ന അതേ ക്വാളിറ്റി ബൂസ്റ്റ്, കെമിക്കൽസ് ഒന്നുമില്ലാതെ. ഓക്കെ, ടേസ്റ്റ് ഒക്കെ അതുപോലെയാണ് ഗൈസ്. ട്രസ്റ്റ് മീ, ഞാൻ മുമ്പ് ഉണ്ടാക്കി നോക്കിയതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കിയാലേ അറിയാൻ പറ്റും. നമ്മൾ ചുമ്മാ കണ്ടിട്ട് ഞാൻ എങ്ങനെയാണ് സൂപ്പറാണ്, കിടുവാണ്, പൊളി സാധനം എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല ഗൈസ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ ആദ്യം പോലെ അവസാനം വരെ കാണണം. ഇത് കാണാതെ കട്ട് ചെയ്തിട്ട് പോയി ചില ഇൻഗ്രീഡിയൻസ് മാറിപ്പോയി തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. വീഡിയോ ആദ്യം പോലെ അവസാനം വരെ കണ്ടാലേ എല്ലാം മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ശരി. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി ബൂസ്റ്റ് ഉണ്ടാക്കാനായി ആവശ്യം വരുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ്ലി വേണ്ടത് വീറ്റ് ഫ്ലവർ ആണ്. വീറ്റ് ഫ്ലവർ ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് മിൽക്ക് പൗഡറാണ്. ഇപ്പോൾ ഈ വീറ്റ് 3 ടേബിൾ സ്പൂൺ എടുത്താൽ ഇത് 2 ടേബിൾ സ്പൂൺ എടുക്കണം. അതായത് ഒരു 3:2 റേഷ്യോ അങ്ങനെ വേണം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചുണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര എടുത്തത്. പിന്നെ നമ്മൾ നട്ട്സ് എടുത്തിട്ടുണ്ട്, കേഷ് നട്ട്സും പീനട്ട്സും പിന്നെ ആൽമണ്ടും, ഇത് 3 ഉള്ളത്. പിന്നെ ഷുഗർ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. പിന്നെ പുറത്ത് നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന സാധനം ഇത് മാത്രമാണ്, കൊക്കോ പൗഡർ. ഇതൊക്കെ എത്ര 150-120 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഒന്നായിട്ട് അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നട്ട്സ് ഇല്ലേ, അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, സ്റ്റവ് കത്തിച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നട്ട്സ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് റോസ്റ്റ് ചെയ്തിരുന്നത് കരിഞ്ഞു പോകും. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ വീറ്റ് ഫ്ലവർ തട്ടി കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് വീറ്റ് ഫ്ലവർ. ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് 2 ഏലക്കയും ഇട്ട് കൊടുക്കാം. 2-3 ഏലക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പിന്നെ ഏലക്ക ഇട്ടതിന് ശേഷം ഇത് പിന്നെ എപ്പോഴാണ് സ്റ്റൗ ഓഫ് ചെയ്യുന്നത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കഴിഞ്ഞ ഓഫ് ചെയ്യുക. അതായത് ഇത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണം. അപ്പോൾ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിടണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത കുറച്ച് നട്ട്സും പിന്നെ നമ്മൾ വീറ്റ് ഫ്ലോറും കൂടെ റോസ്റ്റ് ചെയ്തില്ലേ, ആ ഒരു സംഭവം നമ്മൾ സ്റ്റൗവിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ തണുക്കാൻ വയ്ക്കണം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു മിക്സിയുടെ ജാറിനകത്തിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സും പിന്നെ അതുപോലെ തന്നെ വീറ്റ് ഫ്ലവറും എല്ലാം ഇതിനകത്ത് ഈ മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുമ്പെടുത്ത് വെച്ചില്ലേ ആ ഷുഗറും പിന്നെ മിൽക്ക് പൗഡറും എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ ഞാൻ പറഞ്ഞ 2 ടേബിൾ സ്പൂണാണ്, അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ വേണ്ട കൊക്കോ പൗഡർ ഞാനിപ്പോൾ 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളത് ഉണ്ടാക്കുന്ന ഒരു റേഷ്യോ അനുസരിച്ചിരിക്കും. ഓക്കെ, നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് 1 സ്പൂൺ എടുത്തത്. പിന്നെ അതിന് ശേഷം നേരത്തെയുള്ള ഈ പാൽപ്പൊടി, മിൽക്ക് പൗഡർ, ഓക്കെ, അതും ഇട്ട് കൊടുത്തു. ഇനി മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഏലക്ക ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഏലക്ക ഇടുന്നത്. അപ്പോൾ നമ്മൾ ബൂസ്റ്റ് മേടിക്കുമ്പോൾ റിയലായിട്ട് ബൂസ്റ്റ് മേടിക്കുമ്പോൾ ഒരു സ്മെല്ല് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഏലക്ക ഇടുന്നത്. മറ്റേ ബൂസ്റ്റിൽ ഏലക്കയല്ല, വേറെ കെമിക്കൽസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, ബൂസ്റ്റ് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് 5 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡാർക്ക് കളർ വേണമെങ്കിൽ കൊക്കോ പൗഡർ കുറച്ചും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ആണല്ലോ അത്. അപ്പോൾ ഞാനിപ്പോൾ ഇത്ര ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതാണ് ഒരു ഒരു സ്റ്റാൻഡേർഡ് സംഭവം. ഇതാണ് നമ്മുടെ ബൂസ്റ്റ് റെഡി ആയിട്ടാണ്. തികച്ചും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം പക്ഷേ ഉണ്ടാക്കി, പിന്നെ പുറത്തുള്ള കൊക്കോ പൗഡർ മാത്രമാണ്. നമുക്ക് ഈസി ആയിട്ട് കടന്ന് കിട്ടുന്നത്. അപ്പോൾ ഒരു ബൂസ്റ്റിനൊക്കെ എന്താ വില. അപ്പോൾ നിങ്ങൾ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അത്ര ഒരുപാടൊന്നും കോസ്റ്റൊന്നും ആകത്തില്ല.
അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടത് എങ്ങനെയാണ് വീട്ടിൽ ബൂസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ, അതായത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് എങ്ങനെ വീട്ടിൽ ബൂസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം, കടയിൽ കിട്ടുന്ന അതേ ക്വാളിറ്റി കെമിക്കൽസ് ഒന്നുമില്ലാതെ. അപ്പം എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം, സംഭവം നല്ലതാണ്. ഞാനൊന്നും പറഞ്ഞില്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, പിന്നെ വിഷു ആണ്, നമുക്കിന്ന് വിഷു ആയാലും ഒരുപാട്, ഞാൻ പറഞ്ഞ തന്നെ ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ കുറേ ഗാഡ്ജറ്റ്സ് ഓർഡർ ചെയ്ത് ടെക്നോളജി അതൊന്നും എത്തിയില്ല. പിന്നെ ഒരു ഫോൺ വരുന്നുണ്ട് ഗൈസ്, ഫോൺ ഞാൻ ഗീവ് ആയിട്ട് കൊടുക്കുന്നോ എന്ന് ആലോചിച്ചിരിക്കും. അതായത് ഈ വീഡിയോയ്ക്കും പിന്നെ തുടർന്നുള്ള വീഡിയോയ്ക്കൊക്കെ നല്ല വ്യൂസ് വരാണെങ്കിൽ ആ ഫോൺ ഞാൻ ഗീവ് ആയിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കല്ലേ ഇത് വെച്ചിട്ട് ഇടിച്ചു എന്റെ കാര്യത്തിൽ തീരുമാനമായി ഗൈസ്. അപ്പോൾ അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അടുത്ത വീഡിയോ ബ്രോ റിസൺ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ ആഷി സൈനിങ് ഔട്ട് ഫ്രം മൈ ആർബസ്.